അല്ല, ഉരുളക്കിഴങ്ങ് വേവിച്ച് അതിനെ നിങ്ങൾ ഭക്ഷണമാക്കിയിട്ട് അല്ല ഉണക്കി ഭക്ഷണമാക്കിയാൽ നല്ലതല്ല. ഏറ്റവും കൂടുതൽ അന്നം പറയും. പണ്ട് പറയും, പഴയ അമ്മമാരുണ്ടെങ്കിൽ അറിയാം, അരി അന്നമാണ്, ദൈവമാണ് പറയും. ഈ അരിനെ പുഴുങ്ങിയിട്ട് വെയിലത്തിട്ട് 1 മാസം വരെ നിങ്ങൾ ഉണക്കിയിട്ട് നിങ്ങളുടെ സൗകര്യത്തിന് കേട് വരാതെ ചോറ് വെച്ചാൽ അതിന് കിട്ടുക പോഷണം. എന്താണെന്ന് അറിയാം, ചക്കര എപ്പം നോക്കിയാലും കഫക്കെട്ടാണ്, ജലദോഷമാണ്. എവിടെ നിന്ന് വരുന്നത്? ഈ അരി വന്നപ്പോഴാണ്. അതുകൊണ്ടാണ് യോഗ ചെയ്യുന്നവർ ഇവിടെ ചെറിയ കുട്ടികളായത് പറഞ്ഞു തന്നിട്ടുണ്ടാവില്ല. മക്കൾ ഇനിയെങ്കിലും ഒരു ദിവസത്തിൽ പറ്റുന്ന സമയങ്ങളിൽ എന്ത് കഴിക്കണം? ദൈവത്തിന് ഭക്ഷണം ഉണ്ടാക്കി കേട്ടിട്ടുണ്ടോ? പച്ചരിച്ചോറ് വെച്ച് കൊടുക്കുന്നുണ്ടോ? പച്ചരിയും തേങ്ങയും പഴവും പച്ചരിച്ചോറ് വെച്ച് കൂടി കഴിക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ പറ്റുന്ന സമയങ്ങളിലൊക്കെ എന്ത് ചോറുണ്ണാൻ ശ്രമിക്കണം? പച്ചരി, ഉണക്കലരി, പച്ചരി എന്നൊക്കെ പറയില്ലേ. പുഴുങ്ങലരി 2 തവണ വേവിച്ചതാണ്. ആദ്യം വേവിച്ചു, നെല്ലിനെ പുഴുങ്ങി ഉണക്കി എടുത്തു വെച്ചു. എന്തിനാ അങ്ങനെ എടുത്തു വെക്കുന്നറിയോ? പച്ചരി കേടുള്ളൂ. പുഴുക്കി വെച്ചാൽ അത് 5 കൊല്ലം വേണമെങ്കിൽ ഇരിക്കും. അതെന്തുകൊണ്ടാണ് അങ്ങനെ ഇരിക്കുന്നറിയോ? അതിൽ സത്തില്ലാത്തതുകൊണ്ട്. ജീവകത്തിന് പ്രത്യേകത. ജീവകം എന്നുള്ള വാക്ക് കേട്ടിട്ടുണ്ടോ മക്കള്? എന്താ ജീവകം? ജീവനകത്തുള്ളതാണ് ജീവകം. ഈ ഹാളില് ഒരു തവളയുണ്ട്. ആ തവളനെ പിടിച്ചു ഞാൻ ഫ്രിഡ്ജിനകത്ത് കൊണ്ടുവച്ചു. ഫ്രിഡ്ജ് ഓൺ ചെയ്തിട്ടാ. ഈ ഹാളിൽ എലിയുണ്ട്. ആ എലിനെയും കൊണ്ട് വെച്ച് അടച്ചു. 1 മണിക്കൂർ കഴിഞ്ഞു. അത് തുറന്നു നോക്കിയ തവളയും എലിയും എന്താവും? ഐസാവും, ചത്തുപോകും അല്ലേ? ആ എലിന്റെ ഒരു രോമം കൊഴിഞ്ഞിട്ടുണ്ടാവും ഫ്രിഡ്ജിനകത്ത് വെച്ചാ അല്ലേ? ഫ്രഷ് ആയിട്ടുണ്ടാവും അല്ലേ? അതിന് എന്തായിട്ട് പോയിട്ടുണ്ടാവുക? ജീവൻ. ഈ ജീവൻ പോയ എലിയെ നിങ്ങൾ പാമ്പിന് കൊടുത്തു, തിന്നില്ല. അതെങ്ങനെ തിന്നും? അതിന്റെ തലയിൽ എഴുതി വെച്ചിരുന്നത് ഈ ജീവനുള്ളതിനെ പിന്നാലെ പിടിച്ചു തിന്നുന്നത്. അതുകൊണ്ടാണ് പാമ്പിനും കാട്ടിലുള്ള മൃഗങ്ങൾക്കും എന്തില്ലാത്തത്? ആശുപത്രി, ഇൻജക്ഷൻ, ഗ്ലൂക്കോസ്, മരുന്ന്, ചികിത്സ. ഏതെങ്കിലും പാമ്പോ കടുവയോ മാനോ കാട്ടിനുള്ളിൽ വനാന്തരങ്ങളിൽ ആശുപത്രി തപ്പിപ്പോയില്ല. നമുക്ക് അസുഖങ്ങൾ വന്നു തുടങ്ങിയത് തീ കണ്ടുവിട്ട ശേഷമാണ്. എന്ന് വെച്ചാൽ നമുക്കിപ്പോൾ കാട്ടിനുള്ളിൽ പോയി ആദിവാസി ജീവിക്കാൻ പറ്റുമോ? അപ്പൊ നമ്മൾ എന്തെങ്കിലും പറ്റുന്ന സമയങ്ങളിൽ ഒരു നേരമെങ്കിലും വേവിക്കാത്ത ഭക്ഷണം കഴിച്ചാൽ നമുക്ക് ആ ഭക്ഷണത്തിന്റെ പ്രാണൻ ജീവൻ ഉള്ളിൽ കിട്ടും. അപ്പൊ എന്ത് നടക്കും? ദഹനം നടക്കും. ചാരം കൊണ്ടുവന്ന് നല്ലോണം കത്തുന്ന തീയിൽ കൊണ്ടിട്ടാലോ ചാരം ഇടുമ്പോ കത്ത് വിട്ട് അവസാനം അത് വെറുതെ ഇറങ്ങി കത്താൻ പോകും. അതുവരെ നമ്മുടെ അകത്തുള്ള ഈ ജലരാശി അല്ലെങ്കിൽ ദഹനരസം അല്ലെങ്കിൽ ഡൈജസ്റ്റ് ദഹനം നടക്കുന്ന ഉള്ളിലേക്ക് നമ്മൾ എന്ത് കൊടുത്തോ അതിൽ എന്തുണ്ടാവും? പോഷണം ഉണ്ടാവും. ആ പോഷണമാണ് ഇപ്പൊ കണ്ണടച്ചില്ലേ മക്കളെ? കണ്ണടച്ച എന്തൊക്കെയാണ് നടക്കുന്നത് അറിയോ? ഇല്ലേ? കണ്ണടയ്ക്കുമ്പോ ഞാൻ ഇവിടെ നിൽക്കുന്നത് എങ്ങനെയാണെന്നറിയോ? കാലുകൊണ്ടാണ് അല്ലേ ഞാൻ നിൽക്കുന്നത്. എന്നിലൊരു ചരടുണ്ട്. ഇപ്പൊ ചൂട്